നമ്മുടെ കർക്കിടക മാസം തുടങ്ങിയില്ലേ, അപ്പോൾ നമ്മൾ ക്ലീനിങ് തുടങ്ങി കേട്ടോ. ഞാൻ അപ്പോൾ ആദ്യം തന്നെ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ കിച്ചണാണ്. അപ്പം രാവിലെ ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ട്. മക്കൾസൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടോ ക്ലീനിങ് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ മാറാലൊക്കെ തട്ടി അടിച്ചു. പിന്നെ അടുക്കളയിലെ ഗ്രില്ലിൻ്റെ ഈ കമ്പിയൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി പിന്നെ എല്ലാം നല്ല തുണി വെച്ച് തുടച്ച് എടുത്തോട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുപ്പും റാക്കും ഒക്കെ നല്ലതാക്കി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുപ്പിൽ അത്യാവശ്യം നല്ല കരി ഉണ്ടായിരുന്നു. അടുപ്പ് നമ്മൾ എപ്പോഴൊന്നും തേച്ച് കഴുകില്ല, ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് കഴുകുക. അപ്പം നല്ല രീതിക്ക് ചെളി ഉണ്ടായിരുന്നു, നല്ല കരിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തേച്ച് വൃത്തിയാക്കി. പിന്നെ നമ്മുടെ പാത്രം വെക്കുന്ന സ്റ്റാൻഡിൽ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. അത് കഴുകാനായിട്ട് എടുത്തിട്ടില്ല, പൊടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്ത്. പിന്നെ അതിലുള്ള ഉപയോഗിക്കാത്ത പാത്രമൊക്കെ എല്ലാം ഒന്ന് കഴുകി അതും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോട്ടിൽ നമ്മൾ പൊടിയൊക്കെ ഇടുന്ന ബോട്ടിൽ ഒരാഴ്ച മുന്നെയാണ് കഴുകിയത്. അപ്പോൾ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തേ. എൻ്റെ മക്കളൊക്കെ സ്കൂളിൽ വരുന്നതിന് മുന്നേ എൻ്റെ ക്ലീനിങ് തീർക്കണം, അതാണ് കേട്ടോ പെട്ടെന്ന് ചെയ്യുന്നത്. പിന്നെ നമ്മളെ റാക്കിൻ്റെ അടിയിൽ കേടാവുന്നതും ഉപയോഗിക്കാത്ത ഒരുപാട് പാത്രം ഉണ്ടെന്നാണ്. അപ്പോൾ അവിടെയൊക്കെ നല്ല പൊടി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തട്ടി വൃത്തിയാക്കി. അപ്പോൾ ഇത് ഏകദേശം അടുക്കളയിലെ തട്ടിലും കൊട്ടിലൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ നിന്നുള്ള ഒരു വേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അതെല്ലാം നമ്മൾ അടിച്ച് മുറ്റത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അടുക്കളയിലെ പണിയൊക്കെ ഒരുവിധം ഞാൻ തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കളയുടെ ഫൈനൽ ലുക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.